ലെസൺ 12 സംസാർ പുസ്തക് ഹെ. ഇതാണ് നെക്സ്റ്റ് ലെസൺ. അപ്പോൾ ഈ ലെസണിൽ ഈ സംസാർ പുസ്തക് ഹെ എന്നുള്ളത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തിൻ്റെ ഭാഗം മൈ ലെറ്റേഴ്സ് ടു മൈ ഡോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് ജവഹർലാൽ നെഹ്റു എഴുതിയത്. അത് ഇംഗ്ലീഷിലാണ് എഴുതിയത്, പക്ഷേ ഇതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്തത് മുൻഷി പ്രേംചന്ദാണ്. അപ്പോൾ ഇതിൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് ഒരുപാട് കത്ത് ഇപ്പം ജവഹർലാൽ നെഹ്റു മകളുടെ കൂടെ ആയിരുന്നില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. ജയിലിലായിട്ടും മറ്റേ സ്ഥലത്തായിട്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവർ രണ്ടാലും അടുത്തില്ലാത്തപ്പോൾ ജവഹർലാൽ നെഹ്റു മകൾക്ക് ജയിലിൽ നിന്ന് എവിടെയാണെങ്കിലും അവിടെ നിന്ന് കത്ത് അയക്കുമായിരുന്നു. ഒരുപാട് കത്ത് അങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബുക്കായിട്ട് എന്താ പറയുക ഒരു കളക്ഷൻ ഓഫ് ബുക്ക് ഉണ്ട്, ലെറ്റേഴ്സ് ടു മൈ ഡോട്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ മുൻഷി പ്രേംചന്ദാണ് ചെയ്തത്. അതാണ് നമ്മൾ ഈ ലെസണിൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയോട് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ലെസൺ 12 സംസാർ പുസ്തക് ഹെ. ഇതാണ് നെക്സ്റ്റ് ലെസൺ. അപ്പോൾ ഈ ലെസണിൽ ഈ സംസാർ പുസ്തക് ഹെ എന്നുള്ളത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തിൻ്റെ ഭാഗം മൈ ലെറ്റേഴ്സ് ടു മൈ ഡോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് ജവഹർലാൽ നെഹ്റു എഴുതിയത്. അത് ഇംഗ്ലീഷിലാണ് എഴുതിയത്, പക്ഷേ ഇതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്തത് മുൻഷി പ്രേംചന്ദാണ്. അപ്പോൾ ഇതിൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് ഒരുപാട് കത്ത് ഇപ്പം ജവഹർലാൽ നെഹ്റു മകളുടെ കൂടെ ആയിരുന്നില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. ജയിലിലായിട്ടും മറ്റേ സ്ഥലത്തായിട്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവർ രണ്ടാലും അടുത്തില്ലാത്തപ്പോൾ ജവഹർലാൽ നെഹ്റു മകൾക്ക് ജയിലിൽ നിന്ന് എവിടെയാണെങ്കിലും അവിടെ നിന്ന് കത്ത് അയക്കുമായിരുന്നു. ഒരുപാട് കത്ത് അങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബുക്കായിട്ട് എന്താ പറയുക ഒരു കളക്ഷൻ ഓഫ് ബുക്ക് ഉണ്ട്, ലെറ്റേഴ്സ് ടു മൈ ഡോട്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ മുൻഷി പ്രേംചന്ദാണ് ചെയ്തത്. അതാണ് നമ്മൾ ഈ ലെസണിൽ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയോട് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. जब तुम मेरे साथ रहती हो तो अक्सर मुझसे बहुत सी बातें पूछा करती हो और मैं उनका जवाब देने की कोशिश करता हूँ, लेकिन अब जब तुम मसूरी में हो और मैं इलाहाबाद में, हम दोनों उस तरह बातचीत नहीं कर सकते. इसलिए मैंने इरादा किया है कि कभी कभी तुम्हें इस दुनिया की और उन छोटे बड़े देशों की जो इस दुनिया में है छोटी छोटी कथाएं लिखा करो. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറയുന്നത് എന്താണ്, ജബ് തും മേരെ സാത്ത് രഹത്തി ഹോ തോ അക്സർ മുझसे बहुत सी बातें पूछा करती हो. നീ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ താമസിക്കുമ്പോൾ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. और मैं उनके जवाब देने की कोशिश करता हूँ. പിന്നെ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ ഞാനും പരമാവധി ശ്രമിച്ചിരുന്നു. लेकिन अब जब तुम मसूरी में हो और मैं इलाहाबाद में, പക്ഷേ ഇപ്പോൾ നീ മസൂരിയിലും ഞാൻ ഇലാഹാബാദിലും ആവുമ്പോൾ ഹം ദോനോ ഉസ് തര ബാത്ചീത് നഹീ കർ സക്തെ, പണ്ടത്തെ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇസ്ലിയെ അതുകൊണ്ട് मैंने इरादा किया है कि ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? कि कभी कभी तुम्हें इस दुनिया की और उन छोटे बड़े देशों की, അപ്പോൾ ചില സമയത്ത് ഈ വേൾഡിൻ്റെയും और उन छोटे बड़े देशों की और പിന്നെ വലുതും ചെറുതുമായ ആ രാജ്യങ്ങളുടെ जो इस दुनिया में है, ഈ വേൾഡിലുള്ള ചെറുതും വലുതുമായ രാജ്യങ്ങളും छोटी छोटी കഥായെ ലിഖാ കറു, കുഞ്ഞു കുഞ്ഞു കഥകളായിട്ട് എനിക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ എഴുതാം. അപ്പോൾ ഇത് ലെറ്ററാണ് എഴുതുന്നത്. तुमने हिंदुस्तान और इंग्लैंड का कुछ हाल इतिहास में पढ़ा है, लेकिन इंग्लैंड केवल एक छोटा सा टापू है और हिंदुस्तान जो एक बहुत बड़ा देश है फिर भी दुनिया का एक छोटा सा हिस्सा है. അപ്പോൾ നെഹ്റു എന്താ പറയുന്നത്, तुमने हिंदुस्तान और इंग्लैंड का कुछ हाल इतिहास में पढ़ा हुआ है. അപ്പോൾ ഹിന്ദുസ്ഥാൻ ഇന്ത്യയാണ്, ഇന്ത്യയിലെയും ഇംഗ്ലണ്ടിലെയും ചില കാര്യങ്ങൾ കണ്ടീഷൻ അവിടുത്തെ അവസ്ഥ ഇതൊക്കെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. लेकिन इंग्लैंड केवल एक छोटा सा टापू है, പക്ഷേ ഇംഗ്ലണ്ട് ആ വേൾഡിൽ ഒരു ചെറിയൊരു ഐലൻഡാണ്.
और हिंदुस्तान जो एक बहुत बड़ा देश है പക്ഷേ हिंदुस्तान इंडिया ഒരു വലിയ രാജ്യമാണെങ്കിലും फिर भी दुनिया का एक छोटा सा हिस्सा है എന്നാലും ഈ വേൾഡിൻ്റെ ഒരു ചെറിയ ഒരു പാർട്ട് മാത്രമാണ് ഹിസ്സ പാർട്ടാണ് പാർട്ട് മാത്രമാണ് अगर तुम्हें इस दुनिया का कुछ हाल जानने का शौक़ है तो तुम्हें सब देशों का और उन सब जातियों का जो इसमें बसी हुई है ध्यान रखना पड़ेगा केवल उस एक छोटे से देश का नहीं जिसमें तुम पैदा हुई हो अब जवाहरलाल नेहरू എന്താ പറയുന്നത് अगर तुम्हें इस दुनिया का कुछ हाल जानने का शौक़ है അപ്പോൾ ഈ വേൾഡിനെ കുറിച്ചിട്ട് അറിയാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ तो तुम्हें सब देशों का അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും और उन सब जातियों का जो इसमें बसी है പിന്നെ എല്ലാ ജാതിയുടെ എല്ലാ ആൾക്കാരെ കുറിച്ചിട്ട് ध्यान रखना पड़ेगा ശ്രദ്ധിക്കണം അവരെ കുറിച്ചിട്ട് മനസ്സിലാക്കണം ശ്രദ്ധിക്കണം केवल उस छोटे से देश का नहीं जिसमें तुम पैदा हुई हो ആ ചെറിയൊരു പാർട്ടിൻ്റെ ഒരു ദേശിൻ്റെ ഭാഗം ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ഇന്ത്യ ഒരു വലിയ രാജ്യമാണെങ്കിലും ആ വേൾഡിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉസ് ഛോട്ടെ സെ ദേശ് കാ ആ ചെറിയ ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല ജിസ്മേ തും പൈദാ ഹുയോ എവിടെയാണോ നീ ജനിച്ചിരിക്കുന്നത് അവിടുത്തെ കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ ഈ വേൾഡിൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും പിന്നെ അതിലുള്ള താമസിക്കുന്ന എല്ലാ വർഗം ഇപ്പോൾ എല്ലാ ജാതി ഇവിടെ ജാതി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കാസ്റ്റ് അല്ല ഇപ്പോൾ മനുഷ്യന്മാർ പിന്നെ ആനിമൽസ് ബേർഡ്സ് ട്രീസ് എല്ലാം ഇപ്പോൾ ഈ വേൾഡിലുള്ള എല്ലാത്തിനെയും കുറിച്ചിട്ട് അറിയണം ശ്രദ്ധിക്കണം मुझे मालूम है कि इन छोटे छोटे ख़तों में बहुत थोड़ी सी बातें ही बतला सकता हूँ लेकिन मुझे आशा है कि इन थोड़ी सी बातों को भी तुम शौक़ से पढ़ोगी और समझोगी कि दुनिया एक है और दूसरे लोग जो इसमें आबाद है हमारे भाई बहन हैं और जवाहरलाल नेहरू എന്താ പറയണത് मुझे मालूम है कि इन छोटे छोटे ख़तों में बहुत थोड़ी सी बातें ही बतला सकता हूँ അപ്പോൾ ഈ കത്ത് എഴുതുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റണമല്ലോ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന പോലെ എനിക്ക് ഈ കത്ത് എഴുതുമ്പോൾ സാധിക്കുന്നില്ല ചെറിയ കുറച്ച് കാര്യങ്ങൾ അത് പറയാൻ സാധിക്കുന്നുള്ളൂ ലേക്ക് മുझे ആശ ഹെ പക്ഷേ എനിക്ക് ആശയുണ്ട് എന്താണ് इन थोड़ी सी बातों को भी तुम शौक़ से पढ़ोगे ഞാൻ ഇപ്പോൾ ഈ എഴുതുന്ന ചെറിയ കാര്യങ്ങൾ നീ ഭയങ്കര ഇൻട്രസ്റ്റോടെ വായിക്കും और समझोगी മനസ്സിലാക്കും എന്താണ് മനസ്സിലാക്കേണ്ടത് कि दुनिया एक है ഈ വേൾഡ് ഒന്നാണ് और दूसरे लोग जो इसमें आबाद है പിന്നെ ബാക്കി താമസിക്കുന്ന ഈ വേൾഡിൽ താമസിക്കുന്ന ജനങ്ങൾ എല്ലാവരും हमारे भाई बहन हैं നമ്മുടെ സഹോദരങ്ങളാണ് ബ്രദേഴ്സ് जब तुम बड़ी हो जाओगी तो तुम दुनिया और उसके आदमियों के हाल मोटी मोटी किताबों में पढ़ोगी उसमें तुम्हें जितना आनंद मिलेगा उतना किसी कहानी या उपन्यास में भी ना मिला होगा അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്താ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുള്ളൂ लेकिन जब तुम बड़ी हो जाओगी നീ വലുതായി കഴിഞ്ഞാൽ तो तुम दुनिया और उसके आदमियों का हाल അപ്പോൾ ഈ വേൾഡും ഈ താമസിക്കുന്ന ജനങ്ങളുടെ കണ്ടീഷൻ അവസ്ഥ മോട്ടി മോട്ടി കിതാബോ में पढ़ोगी വലിയ കട്ടിയുള്ള പുസ്തകത്തിലായിരിക്കും വായിക്കുന്നുണ്ടാവുക उसमें तुम्हें जितना आनंद मिलेगा അത് വായിച്ചിട്ട് എനിക്ക് കിട്ടുന്ന സന്തോഷം उतना किसी कहानी या उपन्यास में भी ना मिला होगा ആ സന്തോഷം എനിക്ക് എത്ര വലിയ നോവലോ കഥാപുസ്തകങ്ങളിൽ വായിച്ചാലും എനിക്ക് കിട്ടിയെന്ന് വരില്ല यह तो तुम जानती हो कि यह धरती लाखों करोड़ों वर्ष पुरानी है और बहुत दिनों तक इसमें कोई आदमी न था आदमियों से पहले सिर्फ जानवर थे और जानवर से पहले एक समय था जब इस धरती पर कोई जानदार चीज़ न थी അപ്പോൾ ജവഹർലാൽ നെഹ്റു പറയുന്നത് यह तो तुम जानती हो ഇത് എനിക്ക് അറിയാമായിരിക്കും यह धरती लाखों करोड़ों वर्ष पुरानी है ഈ ധരത്തി നമ്മുടെ എർത്ത് ഓൾമോസ്റ്റ് लाख करोड़ വർഷം പഴയതാണ് और
बहुत दिनों तक इसमें कोई आदमी न था. ഒരുപാട് വർഷം വരെ ഈ ഭൂമിയിൽ ആരും ഒരു മനുഷ്യനും താമസിച്ചിരുന്നില്ല. ഇത് നിങ്ങൾ ആ 5th ലെസണിലും പഠിച്ചിട്ടുണ്ട്. അക്ഷരമൊക്കെ ഖോജ് ലെസണിൽ ഞങ്ങൾ പഠിച്ചതാണ് ഈ കാര്യങ്ങൾ. ആദ്മിयों से पहले सिर्फ जानवर थे. മനുഷ്യന്മാർ ജീവിക്കാൻ വരുന്ന മുമ്പ് മൃഗങ്ങൾ മാത്രമായിരുന്നു. और जानवरों से पहले एक ऐसा समय था जब इस धरती पर कोई जानदार चीज़ न थी. ഒരുപാട് ഇവർ ഈ വനസ്പതിയും ജാൻവരും ഒക്കെ താമസിക്കുന്ന മുമ്പേ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ആരും. आज जब ये दुनिया हर तरह के जानवरों और आदमियों से भरी हुई है, उस ज़माने का ख्याल करना भी मुश्किल है जब यहाँ कुछ न था. അപ്പോൾ എന്താണ്, आज जब इस दुनिया हर तरह के जानवरों और आदमियों से भरी हुई है. ഇന്ന് ഈ വേൾഡ്, ഈ ഭൂമി മൊത്തം മനുഷ്യന്മാരും മൃഗങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉസ് ജമാനെ കാ ഖ്യാൽ കർണ ഭി മുഷ്കിൽ ഹൈ. അപ്പോൾ ഒന്നുമില്ലാത്ത സമയത്തെ കാലം, ജബ് യഹാ കുച്ച് ന ഥ. അപ്പോൾ ഉസ് ജമാനെ കാ ഖ്യാൽ കർണ ഭി, ആ സമയത്തെ കാലങ്ങളെ കുറിച്ച് ഓർമ്മിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഏത് കാലത്തേന്? ജബ് യഹാ കുച്ച് ന ഥ. ഏത് സമയത്താണ്? ഈ ഭൂമിയിൽ ഒന്നും ഇല്ലാത്ത ഒരു സമയത്തെ കുറിച്ചിട്ട് നമുക്കിപ്പോൾ ചിന്തിക്കാനേ പറ്റില്ല. കാരണം ഇന്ന് ഇപ്പോൾ ഈ ഭൂമിയിൽ ഒരുപാട് ജനങ്ങളും മൃഗങ്ങളും ജീവിക്കുന്നുണ്ട്. लेकिन विज्ञान जानने वालों और विद्वानों ने, जिन्होंने इस विषय को खूब सोचा और पढ़ा है, लिखा है कि एक समय ऐसा था जब यह धरती बेहद गर्म थी और इस पर कोई जानदार चीज़ नहीं रह सकती थी. और अगर हम उनकी किताबें पढ़ें और पहाड़ों और जानवरों की पुरानी हड्डियों को गौर से देखें तो हमें खुद मालूम होगा कि ऐसा समय ज़रूर रहा होगा. അപ്പോൾ लेकिन विज्ञान जानने वालों और विद्वानों, അപ്പോൾ സയൻറ്റിസ്റ്റും പിന്നെ വിദ്വാൻ വിദ്വാൻ്റെ മീനിങ് സ്കോളർ, പഠിപ്പുള്ളവർ. ജിനോനെ ഇസ് വിഷയ को खूब सोचा और पढ़ा है. അവർ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, എന്താ പറയുക, വായിച്ചിട്ടുണ്ട്. ലിഖാ ഹെ, അവർ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളത്? ഏക് സമയ ऐसा था, ഒരു സമയം ഇങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെ? ജബ് യേ ധർത്തി ബേഹദ് ഗരം ഥി, ഒരു സമയത്ത് ഈ ധർത്തി, ഈ വേൾഡ് ഭയങ്കര ചൂടായിരുന്നു. और इस पर कोई जानदार चीज़ नहीं रह सकती थी. അതുകൊണ്ട് ഈ ഭയങ്കര ചൂടായ കാരണം ഇവിടെ ജീവനുള്ളതോ ഒന്നിനും ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. और अगर हम उनकी किताबें पढ़ें, പിന്നെ ഇവർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ, और पहाड़ और जानवरों की पुरानी हड्डियों को गौर से देखें, പിന്നെ ഈ മൗണ്ടൻസും മലകളും ജാൻവറോ की पुरानी हड्डी स्केलेटन्സും അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ हमें खुद मालूम होगा कि ऐसा समय ज़रूर रहा होगा. നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയം തീർച്ചയായും